നമസ്കാരം. ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായ AK ആന്റണിയുടെ മകൻ ഒരു സൂപ്പർ ദല്ലാളാണെന്ന് ആക്ഷേപിച്ച് ദല്ലാൾ നന്ദകുമാർ രംഗത്തെത്തി. രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ആദർശം മുറുകെ പിടിച്ച ആന്റണിയുടെ മകൻ എന്ന നിലയിൽ ഒട്ടേറെ ഇടപാടുകളിൽ അനിൽ ആന്റണി പങ്കാളിയായി എന്നാണ് ആരോപണം. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെ സൂപ്പർ ദല്ലാൾ എന്ന് വിളിച്ച് ദല്ലാൾ നന്ദകുമാർ രംഗത്തു വന്നത് വലിയ വിവാദമായി. കേരള ഹൈക്കോടതിയിലെ CBI സ്റ്റാൻഡിംഗ് കോൺസൽ നിയമനത്തിനായി അനിൽ ആന്റണി പണം വാങ്ങിയത് സംബന്ധിച്ച തെളിവുകൾ താൻ പുറത്തുവിടാമെന്നും വിഷയത്തിൽ സ്വന്തം ചെലവിൽ അനിലുമായി സംവാദത്തിന് തയ്യാറാണെന്നും നന്ദകുമാർ പറഞ്ഞു. അനിലിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. പത്തനംതിട്ടയിൽ സ്വന്തം ചെലവിൽ സംവാദത്തിന് തയ്യാറാണോ എന്ന് അനിൽ പറയട്ടെ. തനിക്ക് വിശ്വാസ്യതയില്ലെന്ന് പറഞ്ഞ അനിൽ ആന്റണി തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അനിൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. വിശ്വാസ്യതയില്ലാത്ത തന്നെ എന്തിനാണ് അനിൽ ബന്ധപ്പെട്ടത്? അനിലിനെ എല്ലാ ദിവസവും പോയി കാണേണ്ട കാര്യമില്ല. ഇത്തവണ BJP സ്ഥാനാർത്ഥിയായ ഒരു തീപ്പൊരി നേതാവ് തന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ വാങ്ങിയിട്ടുണ്ട്. അനിൽ ആന്റണിയും PJ തോമസും ആന്റോ എന്ന് പറഞ്ഞ സിൻഡിക്കേറ്റാണ് ഡൽഹിയിലെ ഹോട്ടൽ കേന്ദ്രീകരിച്ച് കച്ചവടം നടത്തിയിരുന്നത്. ഇപ്പോൾ കച്ചവടം നടത്താനായി NDAയിൽ ചേർന്നിരിക്കുകയാണ്. PJ കുര്യൻ ഇടപെട്ടാണ് എനിക്ക് പണം തിരിച്ചു തന്നത്. പ്രസിഡന്റിനെ ബുദ്ധിമുട്ടിക്കരുത്, പണം തിരിച്ചു തരും എന്ന് അദ്ദേഹം ഉറപ്പു തന്നു. 5 ഗഡുക്കളായി പണം തിരികെ നൽകി. ഞാൻ ദല്ലാൾ നന്ദകുമാർ ആണെങ്കിൽ അനിൽ ആന്റണി സൂപ്പർ ദല്ലാളാണ്. 2014 CBIക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകാൻ ശ്രമിച്ചപ്പോൾ കുര്യൻ ഇടപെട്ട് എന്നെ തടഞ്ഞു. അല്ലെങ്കിൽ NDA സർക്കാരിൽ എന്റെ പരാതി വന്നേനെ. ഡിഫൻസ് മിനിസ്റ്റർ പദവി UPA 1ഉം 2ഉം സർക്കാരുകളെ വിറ്റുകാശാക്കിയ ഒരു ഇടനിലക്കാരനാണ് അനിൽ ആന്റണി എന്നും നന്ദകുമാർ പറഞ്ഞു. കേരള ഹൈക്കോടതിയിലെ CBI സ്റ്റാൻഡിംഗ് കോൺസൽ നിയമനത്തിനായി അനിൽ 25 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് നന്ദകുമാർ ആരോപിച്ചത്. നിയമനം നടക്കാതെ വന്നതിനെ തുടർന്ന് ഏറെ പണിപ്പെട്ടാണ് പണം തിരികെ വാങ്ങിയതെന്നും നന്ദകുമാർ പറഞ്ഞു. എന്നാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങളെ തള്ളി അനിൽ രംഗത്തെത്തി. ആരോപണം ഉന്നയിച്ച ആൾ സമൂഹ വിരുദ്ധനാണെന്നും അയാളുടെ നീക്കങ്ങൾക്ക് പിന്നിൽ രാജ്യവിരുദ്ധനായ ആന്റോ ആന്റണിയാണെന്നുമാണ് അനിൽ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയായും കേന്ദ്രമന്ത്രിയായും പല അധികാര സ്ഥാനങ്ങളിൽ നിരവധി വർഷം അധികാരത്തിലിരുന്ന ആന്റണിക്ക് അന്നൊന്നും സ്വന്തം പേരിൽ ഒരു അഴിമതി ആരോപണത്തിന്റെ പേരിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ സ്വന്തം മകന്റെ കാര്യത്തിൽ വന്ന ആരോപണത്തെ ആന്റണി തള്ളിയില്ല എന്ന് മാത്രമല്ല, പത്തനംതിട്ടയിൽ അനിൽ തോൽക്കണമെന്ന് പരസ്യമായി നിലപാടെടുക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായത്. ആരോഗ്യ കാരണങ്ങളാലാണ് താൻ പ്രചാരണത്തിന് പോകാത്തതെന്നും താൻ പോയില്ലെങ്കിലും മണ്ഡലത്തിൽ ആന്റോ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും ആന്റണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മക്കളെക്കുറിച്ച് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട, ഞാൻ ആ ഭാഷ ശീലിച്ചിട്ടില്ല. KSU കാലം മുതൽ കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നാണ് തന്റെ നിലപാട്. പത്തനംതിട്ടയിൽ മകൻ അനിൽ തോൽക്കണം, ആന്റോ ആന്റണി ജയിക്കണം. കാരണം ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എന്റെ മതം കോൺഗ്രസ് ആണ്. പത്തനംതിട്ടയിൽ ഞാൻ പ്രചാരണത്തിന് ഇറങ്ങിയില്ലെങ്കിലും ആന്റോ ആന്റണി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും ആന്റണി കൂട്ടിച്ചേർത്തു. എന്തായാലും നന്ദകുമാറിന്റെ ആരോപണം വന്നതോടെ തന്റെ പേരിൽ ഉയർന്നു വരാനിടയുള്ള അഴിമതി ആരോപണം ഭയന്നാണ് അനിൽ BJPയിലേക്ക് ചുവടുമാറിയതെന്ന ആക്ഷേപത്തെ ശരിവെക്കുന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. പത്തനംതിട്ടയിലെ അനിലിന്റെ സ്ഥാനാർത്ഥിത്വം ഇതോടെ അഴിമതി കഥകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അധികാരത്തിന്റെ ഇടനാഴിയിൽ നടന്ന പഴങ്കഥകൾ ഇനി എന്തൊക്കെ പുറത്തു വരുമെന്ന് കാത്തിരുന്ന് കാണാം.